കോഴിക്കോട് എത്ര മനോഹരമായിട്ടുള്ള സ്ഥലമാണ്. ഇത്രയും നല്ലൊരു ബീച്ച്, സ്വാദിഷ്ടമായ ഭക്ഷണം, പാട്ടിനെ ഇഷ്ടപ്പെടുന്ന, സൗഹൃദം ഇഷ്ടപ്പെടുന്ന ഒരുപാട് ജനങ്ങൾ. സത്യം പറഞ്ഞാൽ കോഴിക്കോട് ഒരു അനുഗ്രഹമാണ്. ഭൂമിയിലെ സ്വർഗമാണ് കോഴിക്കോട്. കാര്യമൊക്കെ ശരി, കോഴിക്കോട് സ്വർഗമാണ്, ഭക്ഷണ നഗരമാണോ ഒക്കെ ശരിയാണ്. പക്ഷെ അങ്ങനെ അതിനൊക്കെ പുറകിൽ നമ്മൾ ചില കാണാപ്പുറങ്ങളുണ്ട്. കേരളീയർ പൊതുവെ ഭക്ഷണപ്രിയരായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അതും അസമയത്തുള്ള ഭക്ഷണവും. ഇതിന് അനാരോഗ്യകരമായ ഭക്ഷണം കേരളത്തിലെ ഒരു പ്രധാനപ്പെട്ട ഒരു വിഷയമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ജീവിതശൈലി രോഗങ്ങൾ കൂടുന്നതിൻ്റെ കാരണങ്ങളും മറ്റൊന്നല്ല. പല സമയത്തും അമിതമായി ഭക്ഷണം കഴിക്കുക. അതേസമയം അതിനോടൊപ്പം തന്നെ നമുക്ക് വ്യായാമത്തെ സംബന്ധിച്ചുള്ളൊരു ഒരു സാക്ഷരത നമ്മുടെ സമൂഹത്തിനില്ല. വ്യായാമരാഹിത്യ ഒരു ഭാഗത്തും അമിതമായ ഭക്ഷണം, അതിൽ തന്നെ ഈ നോൺ വെജിറ്റേറിയൻ, എണ്ണമെഴുക്ക്, കൊഴുപ്പ്, മൈദ, ഈ കാർബോഹൈഡ്രേറ്റ് ഒക്കെ കണ്ടമാനം കഴിക്കുമ്പോൾ ആളുകൾക്ക് ഒക്കെ പിന്നെ അവരുടെ ആരോഗ്യം നഷ്ടപ്പെടുകയാണ്. ഈ ഓട്ടപ്പാച്ചിനിടയിൽ സത്യത്തിൽ ശാരീരികമായ ആരോഗ്യം നഷ്ടപ്പെടുന്ന അറിയുന്നില്ല. ഇതോടൊപ്പം തന്നെയാണ് ഈ ജീവിതത്തിലുള്ള സ്ട്രെസ്സും. ഈ സ്ട്രെസ്സ് വരുമ്പോൾ ഭക്ഷണം കൂടും. ഫാസ്റ്റ് ഫുഡ് ഔട്ട്ലെറ്റിലൊക്കെ ഈ കൂടി നിൽക്കുന്ന ചെറുപ്പക്കാരൊക്കെ തന്നെ അവരുടെ സ്ട്രെസ്സിൻ്റെ ഭാഗമായിട്ടുള്ള സ്ട്രെസ് ഈറ്റിംഗ് ആണത്. നോൺ വെജിറ്റേറിയനും മധുരവും കാർബോഹൈഡ്രേറ്റിനുള്ള ആർത്തിയാണ് കൂടുക. ഇതൊക്കെ തന്നെ പൊണ്ണത്തടി കൂട്ടും. പൊണ്ണത്തടി കൂട്ടിക്കഴിഞ്ഞാൽ പ്രമേഹം കൂടും, ഹൈപ്പർ ടെൻഷൻ ഉണ്ടാകും, കൊളസ്ട്രോൾ ഉണ്ടാകും. അതിൻ്റെ ഭാഗമായിട്ട് പിന്നീട് ഹാർട്ട് അറ്റാക്ക് ഉണ്ടാകാം, വൃക്കരോഗങ്ങളുണ്ടാകാം, ഹൃദ്രോഗം ഉണ്ടാകാം, സ്ട്രോക്ക് ഉണ്ടാകാം. ഇങ്ങനെ എല്ലാ സംഗതികളിലേക്കുമുള്ള ഒരു വാതായങ്ങൾ തുറന്നു കിട്ടുകയാണ് നമുക്ക് സത്യം പറഞ്ഞാൽ ഈ അമിതമായ ഭക്ഷണവും ഈ കൂടുതൽ സ്ട്രെസ് കൊണ്ടും വ്യായാമരാഹിത്യം കൊണ്ടും. അതുകൊണ്ട് നമ്മൾ കോഴിക്കോട് സ്വർഗമാണ് അല്ലെങ്കിൽ വൈബ്രൻറ്റ് സിറ്റിയാണെന്നൊക്കെ പറയുമ്പോഴും നമ്മളുടെ ഈ സമൂഹം എങ്ങോട്ടാണ് യാത്രയാവുന്നത്, അതുകൊണ്ട് നമുക്ക് നഷ്ടപ്പെടുന്നത് എന്തൊക്കെയാണ്, ഭാവിയിൽ വരാൻ പോകുന്ന അതിൻ്റെ സങ്കീർണതകളും അതിൻ്റെ കോൺസിക്വൻസസ് എന്താണെന്നൊക്കെ നമ്മൾ അറിയാതെ പോകരുത് എന്ന് പറയുകയാണ്. അല്ല, ഡോക്ടർ പറഞ്ഞതിൽ കാര്യമില്ലേ? ആരോഗ്യം തന്നെയല്ലേ പ്രാധാന്യം? അതാണ് പ്രധാനം, ആരോഗ്യം തന്നെ. തീർത്തും ശരിയാണ്. ആരോഗ്യം നിലനിന്നാലേ നമുക്ക് നമ്മുടെ ശരീരം ശ്രദ്ധിക്കാൻ പറ്റുള്ളൂ. കണ്ടുപോലെ അസുഖം വന്നപ്പോൾ തന്നെ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി. ചില പിന്നെ നമ്മളെ ഈ വാക്കിങ്ങും മറ്റു കാര്യങ്ങളും എക്സസൈസൊക്കെ ചെയ്താൽ തന്നെ ആരോഗ്യം നിലനിർത്താൻ പറ്റും. 15 ദിവസം രാജസ്ഥാനിലായിരുന്നു. ഇന്ന് പുലർച്ചയ്ക്ക് എത്തിയപാട് ഇവിടെ വരാനോ ആദ്യം മനസ്സ് പറയുന്നത്. കാരണം ആ കൂട്ടായ്മയും ആ സൗഹൃദവും അതിൻ്റെ ആ ഊഷ്ണത കൊണ്ട് ഓടി വന്നത്. വയ്യ, മൂക്കൊക്കെ അടച്ചിരിക്കും. അവിടെ തണുപ്പാണ്, ഇപ്പോൾ അവിടെ തണുപ്പാണ്. അപ്പം ഇന്ന് വന്നപാട് ഇവിടേക്കാണ് വന്നത്. ഓഫീസിലും കൂടി എന്തായാലും നോക്കിയിട്ടില്ല. എത്ര തിരക്കുള്ള മനുഷ്യരാണെങ്കിലും അസുഖം വന്നാൽ കഴിഞ്ഞു. അപ്പോൾ നമുക്ക് പ്രധാനം ആരോഗ്യം തന്നെയാണ്. അപ്പോൾ നമുക്ക് ആരോഗ്യം തന്നെയാണ് പ്രധാനം. VPS ലേക്ക് ഷോറും സംഗീതമേ ജീവിതം ഫൗണ്ടേഷനും ചേർന്ന് കോഴിക്കോട്ടുകാരുടെ ആരോഗ്യത്തിന് വേണ്ടിയുള്ള ഒരു പുതിയ പ്രോജക്റ്റ് തുടങ്ങുകയാണ്. അപ്പോൾ ഓരോ കോഴിക്കോടുകാരനും അവരുടെ ആരോഗ്യം സൂക്ഷിക്കുക. ഹെൽത്തി കോഴിക്കോട്, ഹാപ്പി കോഴിക്കോടിന്റെ ഭാഗമാകുക. നിങ്ങളൊക്കെ ഉണ്ടാവില്ലേ?